അകത്തേക്ക് വരണമെന്നും സാറിനെ കാണണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ അവളകത്തില്ലേ, അംബിക? അവനകത്തുണ്ടെങ്കിൽ അങ്കിളിന് എന്താ? അല്ല മോളെ, അവളിപ്പോ മന്ത്രിയല്ലേ. അവര് മന്ത്രിയോ ഗവർണറോ ആകട്ടെ, അങ്കിള് വാ. അല്ല മോളെ, കോടതി മുറ്റത്ത് വെച്ച് ഞാൻ അവളെ ചീത്ത വിളിച്ചതാ. എന്നെ കണ്ട അതിൽ ചുരുക്കം അവള് തീർക്കും. അവരങ്കിളിനെ എന്തെങ്കിലും പറഞ്ഞു നോക്കട്ടെ, അപ്പോഴവര് വിവരം അറിയാൻ പോകുന്നത്. അല്ല, സാറിങ്ങനെ കിടക്കുമ്പോ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണോ? ഒരു പ്രശ്നമില്ല. ഒന്നാമത് അച്ഛൻ ഇതൊന്നും അറിയുന്നില്ല. പിന്നെ അംബിക, ഈ വീടാണെങ്കിൽ എന്റെ പേരില്, ഞാനതിന്റെ അവകാശി. അംബിക കൂടുതൽ വിളഞ്ഞ ചെറിയച്ഛന്റെ സഹായത്തോടെ അവരെ ഞാൻ പിടിച്ച് പുറത്താക്കും. അങ്കിള് വാ. എന്തിനാ ഋതു ഇങ്ങനെ കരയുന്ന? കരയേണ്ട സിറ്റുവേഷൻസ് ഒക്കെ കഴിഞ്ഞു പോയില്ലേ? ഇപ്പൊ വർമ്മ സാറിന് ഇത്രമാത്രം ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഒരു സമയത്ത് വർമ്മ സാറിനെ തിരിച്ചു കിട്ടുമെന്ന് പോലും നമ്മൾ ഭയന്നിരുന്നു. അതൊക്കെ മാറിപ്പോയില്ലേ? നമുക്ക് നമ്മുടെ അച്ഛനെ തിരിച്ചു കിട്ടിയില്ലേ? എന്നാലും എന്റെ അച്ഛന്റെ ആ കിടപ്പ് കാണുമ്പോ എനിക്ക് സഹിക്കുന്നില്ല രാജു. ഇങ്ങനെ വെറുതെ വിഷമിക്കാതെ ഋതു. വർമ്മ സാറിന്റെ ഈ അസുഖമൊക്കെ വേഗം സുഖാവും. ഡോക്ടർ ഉറപ്പ് പറഞ്ഞിരിക്കല്ലേ. എടോ, ഇപ്പൊ എന്താശ്വാസം നമുക്ക്? കാര്യം അംബികയും ദീപകിനെ വിളിച്ചാണെങ്കിലും ഋതുവിന്റെ അച്ഛനെ നോക്കുന്നത് ഋതുവിന്റെ സ്വന്തം അമ്മ തന്നെയല്ലേ. എന്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, സൂര്യമംഗലത്തെ പത്മാവതി മാഡം ഒരു ദേവിയാണെന്ന്. ആ ദേവിയ വർമ്മ സാറിനെ ശുശ്രൂഷിക്കുന്ന. ഡേ, കരുതലും കാവലുമായിട്ട് ഒരു ദേവി കൂടെ ഉള്ളപ്പോ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് ഋതു? വർമ്മ സാറ് വളരെ വൈകാതെ പഴയതുപോലെ എഴുന്നേറ്റ് വരും. ഒരു ഉറക്കം കഴിഞ്ഞ മട്ടില്. കരയാതെ ഋതു. എല്ലാ നന്മകളുള്ള ഒരു മനുഷ്യനെ എല്ലാ നന്മകളുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ ചികിത്സിക്കുന്നുണ്ട്. നമ്മൾ കരയരുത്, സന്തോഷത്തോട്ടിരിക്കണം. എന്നോട് എന്ത് സ്നേഹമായിരുന്നു പ്രതാപേട്ടന്. ഞാനും എത്രമാത്രം സ്നേഹിച്ചിരുന്നു. എത്ര സന്തോഷം നിറഞ്ഞതായിരുന്നു നമ്മുടെ ജീവിതം. അതൊന്നും അംബികയ്ക്ക് സഹിച്ചില്ലല്ലോ. അവള് തകർത്ത് കളഞ്ഞില്ലേ നമ്മുടെ ജീവിതം. അമ്മയ്ക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ ഉറപ്പായും എന്തെങ്കിലും ഒരു കാരണം കാണും. അവൾ എന്തിനായിരിക്കും ഇങ്ങനെ ഏതു നേരവും മാസ്ക് വെച്ച് നടക്കുന്നത്? നൈസായിട്ട് അത് കണ്ടുപിടിക്കണം. എന്റെ വല്യമ്മാവൻ എങ്ങനെയുണ്ട്? സിസ്റ്ററെ, പേര് മറന്നുപോയി. സിസ്റ്റർ തങ്കമ്മയല്ലേ? അല്ല, സിസ്റ്റർ പവിത്ര. യെസ്, സിസ്റ്റർ പവിത്ര. അല്ല, സിസ്റ്റർ പവിത്രയുടെ വീട് എവിടെയാ? വായി നോക്കിക്കര. വായി നോക്കിക്കരയോ? അതെവിടെയാ? അത് അടികൊള്ളും മേടിന്റെ തൊട്ടടുത്ത ഹൈ റേഞ്ച്. ഓ,
ഈ വായി നോക്കി കരക്കാരൊക്കെ 24 അവേഴ്സും മാസ്ക് വെച്ച് നടക്കൂ. മാസ്ക് വെക്കും. നിങ്ങളിപ്പോ അലവലാതെ ഷാജിയൊന്നും അല്ല, വിദ്യാഭ്യാസ മന്ത്രിയുടെ പിയെയാ. ചോറ് എത്ര നല്ലതാണെങ്കിലും കറി കാട്ടുതാളുണ്ടല്ലേ. മനസ്സിലായില്ല? എടി, ഞാൻ എത്ര വലിയ ആളായാലും ആ അലമ്പ് കൊച്ചമണിയല്ലേ എന്റെ തള്ള. ഓ അതാണോ? അതിനവരെ നാട് കടത്തിയില്ലേ? അവരെ വല്ല ഒട്ടകവും തട്ടിക്കാണും. ഇനിയെങ്കിലും അവനവന്റെ വില കളയരുത്. 4 ആൾ അറിയുന്നൊരു പൊസിഷനിലാ ജേട്ടനിപ്പോ ഉള്ളത്. പഴയ കുറെ കച്ചറ കൂട്ടുകാരില്ലേ? ഏതോ ഒരു സുശീലൻ, കീരി രതീഷ്, മുതല മോഹനൻ, പാറ്റ വർഗീസ്, ഈ കൂട്ടുകെട്ടുകളൊക്കെ അങ്ങ് ഉപേക്ഷിച്ചേക്കണം. കണ്ട ബാർബർ ഷോപ്പ്, പെട്ടിക്കട, ലോട്ടറി കട, അവിടെയൊന്നും പോയി വായി നോക്കി നിൽക്കരുത്. പറഞ്ഞേക്കാം, ഇനിയുള്ള കാലത്ത് സ്റ്റാറ്റസോടെ ജീവിക്കണം. എവിടെ വലിയ ബിസിനസ്സുകാരന്റെ ഭാര്യാവത്തത് ഭാഗ്യം ഇരുന്നെങ്കിൽ അവൻ കുത്തുപോളം എടുത്തേന്. എന്താ ഹസേ പറഞ്ഞ? ഏയ്, നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞതാ. ജേട്ടൻ വാ. ജേട്ടാ, നല്ലതുപോലെ മനം ഉരുകി അങ്ങ് പ്രാർത്ഥിച്ചേക്കണം. ആ പ്രതാപവർമ്മ ഒരിക്കലും കട്ടിലിന്ന് എഴുന്നേക്കരുതേന്നായിരിക്കണം പ്രാർത്ഥന. അതെന്തിനാ? അയാൾ എഴുന്നേറ്റ് വന്നാ നിങ്ങളുടെ ഉദ്യോഗം പോകത്തില്ലേ? അയാള് പിന്നെ മിനിസ്റ്റർ ആവില്ലേ? പ്രിയ അയാളൊന്ന് എഴുന്നേറ്റിട്ട് പ്രിയ. അതൊന്നും വേണ്ട. ജേട്ടൻ ഇവിടെ നിൽക്കേ, ഞാൻ വഴിപാടിനുള്ള രസീത് എടുത്തിട്ട് വരാം.